കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പായിപ്ര പഞ്ചായത്ത് 11ാം വാർഡിൽ പ്രതിഭകളായ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പായിപ്ര പഞ്ചായത്തിലെ 11ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രത്യേകമായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് നേടുന്ന വിജയത്തിന് മധുരമേറെയാണ്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവരുടെ ഓരോ കഴിവുറ്റ പ്രകടനങ്ങളും കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നും ഏറെ ആഹ്ലാദം, സന്തോഷം, അഭിമാനം ഒക്കെ തോന്നാറുണ്ട്. അതിനവരെ പ്രാപ്തരാക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപനം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് നമ്മളോടൊപ്പമുള്ള എല്ലാവരെയും ഒന്നുപോലെ കരുതാനും ഒന്നുപോലെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ള സമൂഹമായി മാറുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ KH സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിച്ചത്. സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ തന്റെ വാർഡിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് KH സിദ്ദിഖ് പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് അസിസി സ്കൂൾ ഫോർ ദി ഡെഫിലെ കുട്ടികളുടെ ബാൻഡ് മേളം, വിവിധ നൃത്ത പരിപാടികൾ, ഗാനാലാപനം എന്നിവയും നടന്നു. അസിസി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മക്കാർ, പഞ്ചായത്ത് അംഗങ്ങളായ KM അബ്ദുൽ കരീം, PM അബൂബക്കർ, വാർഡ് മെമ്പർ KH സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.